ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് വളരെ അടുത്തായി ആലങ്ങാട് എന്ന ലൊക്കേഷനിലുള്ള 300 സെന്റ് സ്ഥലത്ത് 1285 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതിയൊരു വീടാണ്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു പോകുന്നത്. ഈ വീട് നല്ലൊരു എലിവേഷൻ കൊടുത്ത് മുൻഭാഗത്തായി ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് പെയിൻറ്റിങ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു ഭവനമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിന് നല്ലൊരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. GI സ്ക്വയർ ട്യൂബിൽ CMC കട്ടിങ്ങിൽ ഡിസൈൻ ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഗേറ്റാണ് ഈ വീടിൻ്റെ മുൻപിലായി കൊടുത്തിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി വിശാലമായ ഒരു മുറ്റം ടൈൽ പാകി വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഈ മുറ്റത്ത് 1-2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ വീടിൻ്റെ മുറ്റം നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് KWA വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കിണർ കുത്തിയാൽ ധാരാളം ജലം ലഭ്യതയുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാം. മുൻഭാഗത്തായി ടൈലുകൾ വിരിച്ച് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് മുൻഭാഗത്തായി കാണാൻ സാധിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ പില്ലറുകളിലെല്ലാം ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു ഭാഗത്ത് വയലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് നോക്കിയാൽ വളരെ പ്രകൃതി രമണീയമായ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാം. വീടിൻ്റെ മുൻഭാഗത്തായി 2 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ വളരെ വിശാലമായ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ്
നമുക്ക് ഇവിടെ കിട്ടുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലിവിങ്ങിൻ്റെ ഒരു ഭാഗത്തായി ഡൈനിങ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ് ഇവിടെയായി നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി സ്റ്റെയർകേസിൻ്റെ അടിയിലായി വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലായി ഇവിടെ കിട്ടുന്നത്. സീലിംഗിൽ LED ലൈറ്റുകളും സീലിംഗ് വർക്കുകളും എല്ലാം ചെയ്ത് വളരെ കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഈ വീടിൻ്റെ ഭംഗിയുള്ള കിച്ചൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലും താഴെയുമായി നിറയെ കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കിച്ചൻ്റെ സിങ്കിൻ്റെ സ്ഥാനം ഇവിടെയാണ്. കിച്ചൺ ടോപ്പായി കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ഒരു മോഡുലർ കിച്ചണാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കിച്ചണിൽ നിന്നും വെളിയിലേക്കായി ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ പിൻവശം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പച്ചക്കറിയോ മറ്റ് നട്ടുപിടിപ്പിക്കുന്നതിനും അത്യാവശ്യം കുറച്ച് സ്ഥലം നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ടൈലുകൾ വിരിച്ച് മനോഹരമാക്കി തീർത്തിട്ടുള്ളതും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതുമായ ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ തന്നെ ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് ഡിസൈൻ വർക്കുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു ചെന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയും താഴത്തേതുപോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമായി നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വാഷ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിനായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് ഏറ്റവും ഹൈലൈറ്റായി കാണാൻ സാധിക്കുന്നത് ഈ ഫ്രണ്ട് ബാൽക്കണി തന്നെയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്നാൽ ലഭിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു വയലോര പ്രദേശത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്.
പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ് ഈ വീട്. ഇവിടെ നിന്നാൽ പാടത്ത് പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പച്ചപ്പും ഹരിതാപവും എല്ലാം ഉള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വിശാലമായ നല്ല വീതിയുള്ള ഒരു റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ വീടിൻ്റെ മുറ്റത്ത് ടൈലുകൾ വിരിച്ചിരിക്കുന്നതും റോഡും മറ്റു പ്രകൃതിയും എല്ലാം ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ ഫ്രണ്ട് ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയുടെ പിൻഭാഗത്തായി ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്തെടുത്താൽ ഇതൊരു യൂട്ടിലിറ്റി ഏരിയയാക്കി മാറ്റാവുന്ന ഒരു ഏരിയ കൂടിയാണ്, ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇവിടെ നിന്നാലും വളരെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഓപ്പൺ ടെറസ് നിർമ്മിച്ചിട്ടുള്ളത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം. ഈ വീടിൻ്റെ വളരെ അടുത്തായി കുന്നേപ്പള്ളിയും തിരുവാലൂർ ക്ഷേത്രവും ജുമാ മസ്ജിദും എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ എല്ലാ പ്രധാന പോയിന്റുകളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരെ ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് ഇത്. ആലുവ ടൗണിലേക്ക് 7 കിലോമീറ്ററും ആലങ്ങാട് ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററും കുന്നേപ്പള്ളിയിലേക്ക് വെറും 300 മീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ആലങ്ങാട് എന്ന ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 300 സെന്റ് സ്ഥലത്ത് 1285 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 48 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ അഡ്വർടൈസ് ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. നമസ്കാരം.